ഓം ശാന്തി 26/4/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗി ബ്രാഹ്മണർ ഇപ്പോൾ ഈശ്വരന്റെ മടിത്തട്ടിൽ വന്നിരിക്കുകയാണ്. മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറണമെങ്കിൽ നിങ്ങൾക്ക് ദൈവിക ഗുണങ്ങളും ആവശ്യമാണ്. ചോദ്യം: ബ്രാഹ്മണ കുട്ടികൾക്ക് ഏത് കാര്യത്തിൽ സ്വയത്തെ വളരെ വളരെ സൂക്ഷിക്കണം? എന്തുകൊണ്ട്? ഉത്തരം: മുഴുവൻ ദിവസത്തെയും ദിനചര്യയിൽ യാതൊരു പാപകർമ്മവും ഇല്ലല്ലോ. ഇതിൽ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ അടുത്ത് ബാബ ധർമ്മരാജന്റെ രൂപത്തിൽ നിൽക്കുകയാണ്. പരിശോധിക്കൂ, ആർക്കും ദുഃഖമൊന്നും നൽകിയില്ലല്ലോ. ശ്രീമതത്തിലൂടെ എത്ര ശതമാനം നടക്കുന്നുണ്ട്? രാവണന്റെ മതത്തിലൂടെ നടക്കുന്നില്ലല്ലോ. കാരണം ബാബയുടേതായി മാറിയതിനു ശേഷം ഏതെങ്കിലും വികർമ്മം ഉണ്ടാവുകയാണെങ്കിൽ 1ന് 100 മടങ്ങായി മാറുന്നു. ഓം ശാന്തി. ഭഗവാനു വാച. ഇതാണെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാകിക്കഴിഞ്ഞു. ഏതെങ്കിലും മനുഷ്യനെയോ ദേവതയോ ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കുകയില്ല. എപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിലും ബുദ്ധിയിൽ ഇത് ഉണ്ടായിരിക്കണം: നമ്മൾ സംഗമയുഗി ബ്രാഹ്മണരാണ്. ഇതും ആരുടെയും ഓർമ്മയിൽ സദാ നിൽക്കുന്നില്ല. സ്വയം യഥാർത്ഥ ബ്രാഹ്മണനാണെന്ന് മനസ്സിലാക്കുന്നുമില്ല. ബ്രാഹ്മണ കുട്ടികൾക്ക് പിന്നെ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. നമ്മൾ സംഗമയുഗി ബ്രാഹ്മണരാണ്. നമ്മൾ ശിവബാബയിലൂടെ പുരുഷോത്തമരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓർമ്മ പോലും ആരിലും നിലനിൽക്കുന്നില്ല. നമ്മൾ പുരുഷോത്തമ സംഗമയുഗി ബ്രാഹ്മണരാണെന്ന് ഇടയ്ക്കിടെ മറന്നുപോകുന്നു. ഇത് ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സൗഭാഗ്യം. എപ്പോഴും നമ്പർ വൈസായി തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവരും അവരവരുടെ ബുദ്ധിക്കനുസരിച്ച പുരുഷാർത്ഥികളാണ്. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗികളാണ്, പുരുഷോത്തമരായി മാറുന്നവരാണ്. അറിയാം, നമ്മൾ അപ്പോഴാണ് പുരുഷോത്തമരായി മാറുന്നത് എപ്പോഴാണോ അച്ഛനെ, അതായത് അതിസ്നേഹിയായ ബാബയെ ഓർമ്മിക്കുന്നത്. ഓർമ്മയിലൂടെയേ പാപം നശിക്കൂ. അഥവാ എന്തെങ്കിലും പാപം ചെയ്യുകയാണെങ്കിൽ കണക്ക് 100 മടങ്ങ് വർദ്ധിക്കുന്നു. മുൻപ് ഏത് പാപമാണോ ചെയ്തിരുന്നത് അതിന്റെ 10% വർദ്ധിച്ചിരുന്നത്. ഇപ്പോഴാണെങ്കിൽ 100% വർദ്ധിച്ചിരിക്കുന്നു. കാരണം ഈശ്വരന്റേതായി മാറിയ ശേഷം പിന്നീട് പാപം ചെയ്യുകയാണല്ലോ. നിങ്ങൾ കുട്ടികൾക്കറിയാം, പുരുഷോത്തമനിൽ നിന്ന് ദേവതയാകുന്നതിന് ബാബ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഓർമ്മ ആരിലാണോ സ്ഥായിയായിരിക്കുന്നത് അവർ അലൗകിക സേവനവും വളരെയധികം ചെയ്തുകൊണ്ടിരിക്കും. സദാ ഹർഷിതമായിരിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. എവിടെ പോവുകയാണെങ്കിലും ബുദ്ധിയിൽ ഇത് ഓർമ്മയുണ്ടായിരിക്കണം: നമ്മൾ സംഗമയുഗത്തിലാണ്. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. അവർ പുരുഷോത്തമ മാസം അല്ലെങ്കിൽ വർഷമെന്ന് പറയുന്നു. നിങ്ങൾ പറയുന്നു, നമ്മൾ പുരുഷോത്തമ സംഗമയുഗി ബ്രാഹ്മണരാണ്. ഇത് നല്ല രീതിയിൽ ബുദ്ധിയിൽ ധാരണ ചെയ്യണം. ഇപ്പോൾ നമ്മൾ പുരുഷോത്തമരായി മാറുന്നതിന്റെ യാത്രയിലാണ്. ഇത് ഓർമ്മയുണ്ടായിരിക്കുകയാണെങ്കിൽ മന്മനാഭവ ആയി. നിങ്ങൾ പുരുഷോത്തമരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷാർത്ഥത്തിനും കർമ്മത്തിനും അനുസരിച്ച് ദൈവിക ഗുണങ്ങളും വേണം. ശ്രീമത്തിലൂടെ നടക്കുകയും വേണം. തന്റെ മതത്തിലൂടെ എല്ലാ മനുഷ്യരും നടക്കുന്നുണ്ട്. അത് രാവണ മതമാണ്. ഇങ്ങനെയുമല്ല, നിങ്ങളെല്ലാവരും ശ്രീമത്തിലൂടെ നടക്കുന്നു. രാവണ മതത്തിലൂടെയും നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ശ്രീമതത്തിലൂടെ ചിലർ എത്ര ശതമാനം നടക്കുന്നു, ചിലർ എത്ര, ചിലർ 2% നടക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പോലും ശിവബാബയുടെ ഓർമ്മ ഉണ്ടാവുന്നില്ല.
അവിടെയും ഇവിടെയും ബുദ്ധിയോഗം അലയുന്നു. ദിവസവും സ്വയം നോക്കണം, ഇന്ന് ഒരു പാപകർമ്മവും ചെയ്തില്ലല്ലോ, ആർക്കും ദുഃഖം നൽകിയില്ലല്ലോ. തന്റെ മേൽ വളരെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. കാരണം ധർമ്മരാജനും നിൽക്കുകയാണല്ലോ. ഇപ്പോഴത്തെ സമയം തന്നെ കർമ്മക്കണക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും. കുട്ടികൾക്കറിയാം, നമ്മൾ ജന്മജന്മാന്തരത്തിലെ പാപികളാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ക്ഷേത്രത്തിൽ അഥവാ ഗുരുവിന്റെ സമീപം അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടദേവതയുടെ സമീപം പോവുകയാണെങ്കിൽ പറയുന്നു, ഞങ്ങളാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളിലെ പാപിയാണ്, എന്നെ രക്ഷിക്കൂ, ദയ കാട്ടൂ. സംഗമയുഗത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള വാക്കുകൾ വരികയില്ല. ചിലർ സത്യം പറയുന്നു, ചിലരാണെങ്കിൽ അസത്യം പറയുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ബാബ എപ്പോഴും പറയുന്നുണ്ട്, തന്റെ ജീവിത കഥ ബാബയ്ക്ക് എഴുതി അയക്കൂ. ചിലരാണെങ്കിൽ തികച്ചും സത്യമെഴുതുന്നു, ചിലർ ഒളിക്കുന്നുമുണ്ട്. ലജ്ജ വരുന്നു. ഇതും അറിയുന്നുണ്ട്, മോശമായ കർമ്മം ചെയ്യുന്നതിലൂടെ അതിന്റെ ഫലവും മോശമായത് ലഭിക്കും. അതാണെങ്കിൽ അല്പകാലത്തെ കാര്യമാണ്, ഇതാണെങ്കിൽ ഒരുപാട് കാലത്തെ കാര്യമാണ്. മോശമായ കർമ്മം ചെയ്യുകയാണെങ്കിൽ ശിക്ഷയും അനുഭവിക്കും. പിന്നീട് സ്വർഗത്തിൽ വളരെ അവസാനം വരും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്നുണ്ട്, ആരാരെല്ലാം പുരുഷോത്തമരായി മാറുന്നു എന്ന്. അത് പുരുഷോത്തമ ദൈവിക രാജ്യമാണ്. ഉത്തമത്തിലും ഉത്തമ പുരുഷനായി മാറുകയാണല്ലോ. മറ്റൊരു സ്ഥലത്തും ഇങ്ങനെ ആരുടെയും മഹിമ ചെയ്യുകയില്ല. മനുഷ്യരാണെങ്കിൽ ദേവതകളുടെ ഗുണത്തെക്കുറിച്ചും അറിയുന്നില്ല. കേവലം മഹിമ പാടുന്നുണ്ട്, പക്ഷേ തത്തയെപ്പോലെ. ബാബയും പറയുന്നു, ഭക്തർക്ക് മനസ്സിലാക്കി കൊടുക്കൂ. ഭക്തർ സ്വയം പാപിയും നീചനുമെന്ന് പറയുമ്പോൾ അവരോട് ചോദിക്കൂ, നിങ്ങൾ ശാന്തിധാമത്തിലായിരുന്നപ്പോൾ അവിടെ പാപം ചെയ്തിരുന്നോ? അവിടെയാണെങ്കിൽ എല്ലാ ആത്മാക്കളും പവിത്രമായിയാണ് ഇരിക്കുന്നത്. ഇവിടെ അപവിത്രമായി ഇരിക്കുന്നു. കാരണം തമോ പ്രധാന ലോകമാണ്. പുതിയ ലോകമാണെങ്കിൽ പവിത്രമായിരിക്കുന്നു. അപവിത്രമാക്കി മാറ്റുന്നത് രാവണനാണ്. ഈ സമയം ഭാരതം മാത്രമല്ല, മുഴുവൻ ലോകത്തിലും രാവണ രാജ്യമാണ്. എങ്ങനെയാണോ രാജാവും റാണിയും, അതുപോലെയാണ് പ്രജയും. ഏറ്റവും ഉയർന്നവരും താഴ്ന്നവരും. ഇവിടെയെല്ലാം പതീതമാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ പാവനമാക്കി മാറ്റി പോകുന്നു. പിന്നെ നിങ്ങളെ ആരാണ് പതീതമാക്കി മാറ്റുന്നത്? രാവണൻ. ഇപ്പോൾ വീണ്ടും നിങ്ങൾ എന്റെ മതത്തിലൂടെ പാവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് പകുതി കൽപ്പത്തിനു ശേഷം രാവണന്റെ മതത്തിലൂടെ പതീതരായി മാറും. അർത്ഥം ദേഹാഭിമാനത്തിൽ വന്ന് വികാരത്തിന് വശപ്പെട്ടു പോകുന്നു. അതിനെ ആസുരീയ മതമെന്ന് പറയുന്നു. ഭാരതം പാവനമായിരുന്നു, ഇപ്പോൾ പതീതമായി മാറിയിരിക്കുന്നു. വീണ്ടും പാവനമായി മാറണം. പാവനമാക്കി മാറ്റുന്നതിന് വേണ്ടി പതീത പാവനനായ ബാബയ്ക്ക് വരേണ്ടി വന്നു. ഈ സമയം നോക്കൂ, എത്രയധികം മനുഷ്യരാണ്. നാളെ എത്രയാകും? യുദ്ധമുണ്ടാകും. മരണമാണെങ്കിൽ മുന്നിൽ നിൽക്കുകയാണ്. നാളെ ഇത്രയും എല്ലാവരും എവിടേക്ക് പോകും? എല്ലാവരുടെ ശരീരവും ഈ പഴയ ലോകവും വിനാശമാകുന്നു. ഈ രഹസ്യം ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് നമ്മൾ ആരുടെ സന്മുഖത്താണ് ഇരിക്കുന്നത്, അതും ആരും മനസ്സിലാക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞ പദവി നേടുന്നവരാണ്. ഡ്രാമ അനുസരിച്ച് എന്തു തന്നെ ചെയ്യാൻ കഴിയും? ഭാഗ്യത്തിലില്ല. ഇപ്പോൾ കുട്ടികൾ സർവീസ് ചെയ്യണം. ബാബയെ ഓർമ്മിക്കണം. നിങ്ങൾ സംഗമയുഗി ബ്രാഹ്മണരാണ്. നിങ്ങൾക്ക് ബാബയ്ക്ക് സമാനം ജ്ഞാനസാഗരം, സുഖത്തിന്റെ സാഗരമായി മാറണം.
ആക്കി മാറ്റുന്ന ബാബയെ ലഭിച്ചല്ലോ. ദേവതകളുടെ മഹിമ പാടുന്നുണ്ട്. സർവഗുണ സമ്പന്നൻ. ഇപ്പോഴാണെങ്കിൽ ഈ ഗുണത്തിലുള്ള ആരും തന്നെ ഇല്ല. സ്വയത്തോട് സദാ ചോദിച്ചുകൊണ്ടിരിക്കൂ, നമ്മൾ ഉയർന്ന പദവി നേടുന്നതിന് എത്രത്തോളം യോഗ്യരായി. സംഗമയുഗത്തെ നല്ല രീതിയിൽ ഓർമ്മിക്കൂ. നമ്മൾ സംഗമയുഗി ബ്രാഹ്മണൻ പുരുഷോത്തമനായി മാറുന്നവരാണ്. ശ്രീകൃഷ്ണൻ പുരുഷോത്തമനാണല്ലോ, പുതിയ ലോകത്തിന്റെ. കുട്ടികൾക്കറിയാം, നമ്മൾ ബാബയുടെ സന്മുഖത്ത് ഇരിക്കുകയാണ്. അതിനാൽ ഒന്നുകൂടി കൂടുതൽ പഠിക്കണം, പഠിപ്പിക്കുകയും വേണം. പഠിപ്പിക്കുന്നില്ല എങ്കിൽ അറിയാൻ സാധിക്കും പഠിക്കുന്നില്ല എന്ന്. ബുദ്ധിയിൽ ഇരിക്കുന്നില്ല, 5% പോലും ഇരിക്കുന്നില്ല. ഇതും ഓർമ്മയിൽ ഉണ്ടായിരിക്കുകയില്ല, നമ്മൾ സംഗമയുഗി ബ്രാഹ്മണരാണെന്ന്. ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം. ചക്രവും കറക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ മനസ്സിലാക്കി കൊടുക്കുക വളരെ സഹജമാണ്. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ബാബയാണ് ഏറ്റവും ഉയർന്ന അച്ഛൻ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. നമ്മൾ തന്നെയാണ് പൂജ്യർ, നമ്മൾ തന്നെയാണ് പൂജാരി. ഈ മന്ത്രം വളരെ നല്ലതാണ്. അവർ പിന്നെ പറയുന്നു, ആത്മാവ് തന്നെയാണ് പരമാത്മാവെന്ന്. എന്താണോ പറയുന്നത് അത് തികച്ചും തെറ്റാണ്. നമ്മൾ പവിത്രമായിരുന്നു. 84 ജന്മത്തിന്റെ ചക്രം കറക്കി ഇപ്പോൾ ഇങ്ങനെയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകണം. ഇന്ന് ഇവിടെ, നാളെ വീട്ടിലേക്ക് പോകും. നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇത് പരിധിയില്ലാത്ത നാടകമാണ്. അതിപ്പോൾ ആവർത്തിക്കുകയാണ്. ബാബ പറയുന്നു, ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ സംബന്ധത്തെയും മറന്ന് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഈ ഓർമ്മ ഉറച്ചതാക്കൂ, ഞാൻ ആത്മാവാണ്. ഇതും ഓർമ്മയുണ്ടായിരിക്കുകയും തന്റെ വീടിനെയും ഓർമ്മയുണ്ടായിരിക്കുകയും ആണെങ്കിൽ ബുദ്ധിയിൽ നിന്ന് മുഴുവൻ ലോകത്തെയും സന്യസിക്കാൻ സാധിക്കും. ശരീരത്തിന്റെയും സന്യാസം, അതിനാൽ എല്ലാത്തിന്റെയും സന്യാസം. ആ ഹഠയോഗികൾ മുഴുവൻ ലോകത്തിന്റെയും സന്യാസം ചെയ്യുന്നില്ല. അവരുടേത് പകുതിയാണ്. നിങ്ങൾക്കാണെങ്കിൽ മുഴുവൻ ലോകത്തിന്റെയും ത്യാഗം ചെയ്യണം. സ്വയത്തെ ദേഹമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് പിന്നെ പ്രവൃത്തിയും അങ്ങനെയുള്ളത് ചെയ്യുന്നു. ദേഹാഭിമാനി ആകുന്നതുകൊണ്ട് മോഷണം, കള്ളം, അസത്യം പറയുക, പാപം ചെയ്യുക, ഈ എല്ലാ സ്വഭാവവും ഉണ്ടാകുന്നു. ഒച്ച വെച്ച് സംസാരിക്കുന്നതിന്റെ സ്വഭാവവും ഉണ്ടാകുന്നു. എന്നിട്ട് പറയും, എന്റെ ശബ്ദം തന്നെ അങ്ങനെയാണ്. ദിവസത്തിൽ 25-30 പാപവും ചെയ്യുന്നു. അസത്യം പറയുന്നതും പാപമാണല്ലോ, സ്വഭാവമായി മാറുന്നു. ബാബ പറയുന്നു, ശബ്ദം കുറയ്ക്കാൻ പഠിക്കൂ. ശബ്ദം കുറയ്ക്കുന്നതിൽ ഒരിക്കലും വൈകരുത്. നായെ പാലിക്കുന്നതും നല്ലതായി അനുഭവപ്പെടുന്നു. കുരങ്ങ് എത്ര പരാക്രമിയാണ്. പിന്നീട് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഡാൻസ് എല്ലാം ചെയ്യുന്നു. മൃഗങ്ങളും പരിവർത്തനപ്പെടുന്നു. മൃഗങ്ങളെ മാറ്റുന്നത് മനുഷ്യനാണ്. മനുഷ്യരെ പരിവർത്തനപ്പെടുത്തുന്നത് ബാബയാണ്. ബാബ പറയുകയാണ്, നിങ്ങളും മൃഗങ്ങളെപ്പോലെയാണ്. അതുകൊണ്ടാണ് എന്നെ നിങ്ങൾ കൂർമ്മ അവതാരം, വരാഹ അവതാരം എന്നെല്ലാം പറയുന്നത്. എങ്ങനെയാണോ നിങ്ങളുടെ പ്രവൃത്തികൾ, അതിലൂടെ എന്റെ പേരും മോശമാകുന്നു. ഇതും നിങ്ങൾക്കേ അറിയൂ, ലോകത്തിലുള്ളവർക്ക് അറിയുകയില്ല. അവസാനം നിങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകും. എങ്ങനെയെല്ലാം ശിക്ഷകൾ അനുഭവിക്കുന്നു അതും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പകുതി കൽപ്പം ഭക്തി ചെയ്തു, ഇപ്പോൾ ബാബയെ ലഭിച്ചിരിക്കുകയാണ്. ബാബ പറയുകയാണ്, എന്റെ മതത്തിലൂടെ നടക്കുന്നില്ല എങ്കിൽ ശിക്ഷ ഒന്നുകൂടി വർദ്ധിക്കും.
അതുകൊണ്ട് ഇപ്പോൾ പാപം ചെയ്യുന്നത് ഉപേക്ഷിക്കൂ. തന്റെ ചാർട്ട് വെക്കൂ. ഒപ്പം തന്നെ ധാരണയും ഉണ്ടായിരിക്കണം. മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ പ്രാക്ടീസും ഉണ്ടായിരിക്കണം. പ്രദർശനിയിലെ ചിത്രങ്ങൾക്ക് മേൽ ശ്രദ്ധ കൊടുക്കൂ. ആർക്ക് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? ആദ്യത്തെ കാര്യം ഇതെടുക്കൂ. ഗീതയുടെ ഭഗവാൻ ആരാണ്? ജ്ഞാനത്തിന്റെ സാഗരൻ, പതീത പാവനൻ, പരമപിത പരമാത്മാവാണല്ലോ. ഈ ബാബ എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ്. അതിനാൽ ബാബയുടെ പരിചയം വേണമല്ലോ. ഋഷി മുനിമാർക്കൊന്നും ബാബയുടെ പരിചയം ഇല്ല. രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെയും പരിചയമില്ല. അതുകൊണ്ട് ആദ്യം ഇത് മനസ്സിലാക്കി കൊടുത്ത് എഴുതിക്കൂ. ഭഗവാൻ ഒന്നു മാത്രമാണ്. വേറെ ആർക്കും ആവാൻ സാധ്യമല്ല. മനുഷ്യർക്ക് സ്വയം ഭഗവാനെന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ നിശ്ചയമുണ്ട്. ഭഗവാൻ നിരാകാരനാണ്. ബാബ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ വിദ്യാർത്ഥികളാണ്. ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ഒരാളെ ഓർമ്മിക്കുകയാണെങ്കിൽ ടീച്ചറെയും ഗുരുവിനെയും ഓർമ്മ വരും. ബുദ്ധി അലയുകയില്ല. കേവലം ശിവനെന്ന് മാത്രം പറയരുത്. ശിവൻ നമ്മുടെ അച്ഛനുമാണ്, സുപ്രീം ടീച്ചറുമാണ്. നമ്മെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ആ ഒരാൾക്ക് തന്നെ എത്ര മഹിമയാണ്. ആ ബാബയെ മാത്രം ഓർമ്മിക്കണം. ചിലർ പറയുന്നു, ഇവർ ബികെകളെ തന്റെ ഗുരുവാക്കിയിരിക്കുന്നു. നിങ്ങൾ ഗുരു ആകുന്നുണ്ടല്ലോ. പിന്നീട് നിങ്ങളെ അച്ഛനെന്ന് പറയുകയില്ല. ടീച്ചർ ഗുരുവെന്ന് പറയും, അച്ഛനെന്ന് പറയില്ല. മൂന്നുമാണെന്ന് ആ ബാബയെ മാത്രമാണ് പറയുക. അത് ഏറ്റവും ഉയർന്ന അച്ഛനാണ്. ഇദ്ദേഹത്തിനും മുകളിലാണ് ആ ബാബ. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. പ്രദർശനികളിൽ മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ബുദ്ധി ഉണ്ടായിരിക്കണം. എന്നാൽ സ്വയം ഇത്രയും ധൈര്യമുണ്ടെന്ന് കരുതുന്നില്ല. വലിയ വലിയ പ്രദർശനികൾ ഉണ്ടാകുമ്പോൾ ആരാണോ നല്ല നല്ല സർവീസബിളായ കുട്ടികൾ, അവർ പോയി സർവീസ് ചെയ്യണം. ബാബ ഒരിക്കലും വേണ്ടെന്ന് പറയുന്നില്ല. മുന്നോട്ടു പോകുമ്പോൾ സന്യാസിമാർക്കെല്ലാം നിങ്ങൾ ജ്ഞാന ബാണം എയ്തുകൊണ്ടിരിക്കും. എവിടേക്ക് പോകാനാണ്? ഒരേ ഒരു കടയാണ്. എല്ലാവരുടെയും സദ്ഗതി ഈ കടയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഈ കട ഇങ്ങനെയുള്ളതാണ്. നിങ്ങൾ എല്ലാവർക്കും പവിത്രമായി മാറാനുള്ള വഴി പറഞ്ഞു തരുന്നു. പിന്നീട് മാറിയാലും ശരി, ഇല്ലെങ്കിലും ശരി. നിങ്ങൾ കുട്ടികളുടെ വിശേഷ ശ്രദ്ധ സർവീസിലായിരിക്കണം. അഥവാ കുട്ടികൾ വിവേകശാലികളാണ്, പക്ഷെ സർവീസ് പൂർത്തിയാക്കുന്നില്ല എങ്കിൽ ബാബ മനസ്സിലാക്കുന്നു, രാഹുവിന്റെ ദശ പിടിച്ചിരിക്കുകയാണ്. ദശകൾ എല്ലാവരിലും കറങ്ങുന്നുണ്ടല്ലോ. മായയുടെ നിഴലിൽ പെട്ടുപോകുന്നു. പിന്നീട് 2 ദിവസത്തിന് ശേഷം ശരിയാകുന്നു. കുട്ടികൾക്ക് സേവനത്തിന്റെ അനുഭവം നേടിയിട്ട് വരണം. പ്രദർശനിയെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് മനുഷ്യർ മനസ്സിലാക്കി പെട്ടെന്ന് എഴുതുന്നില്ല? ഗീത കൃഷ്ണന്റെയല്ല, ശിവഭഗവാൻ ഉച്ചരിച്ചതാണ് എന്ന്. ചിലരാണെങ്കിൽ കേവലം പറയുന്നു, ഇത് വളരെ നല്ലതാണ്, മനുഷ്യർക്ക് വേണ്ടി വളരെ മംഗളകാരിയാണ്, എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. പക്ഷേ ഞാനും ഈ സമ്പത്ത് നേടും, ഇങ്ങനെ ആരും പറയുന്നില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ദേഹാഭിമാനത്തിൽ വന്ന് ഉറക്കെ സംസാരിക്കരുത്. ഈ സ്വഭാവം കളയണം. മോഷ്ടിക്കുക, അസത്യം പറയുക, ഇതെല്ലാം പാപമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ദേഹി അഭിമാനി ആയിരിക്കണം. 2. മരണം തൊട്ടുമുന്നിലാണ്. അതുകൊണ്ട് ബാബയുടെ ശ്രീമത്തിലൂടെ
നടന്ന് പാവനമായി മാറണം. ബാബയുടേതായി മാറിയതിനു ശേഷം യാതൊരു മോശമായ കർമ്മവും ചെയ്യരുത്. ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: ലോകപ്രിയ സഭയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന രാജ്യസിംഹാസന അധികാരിയായി ഭവിക്കൂ. ഏത് സങ്കല്പം അല്ലെങ്കിൽ വിചാരം നടത്തുമ്പോഴും ആദ്യം പരിശോധിക്കൂ, ഈ വിചാരം അഥവാ സങ്കല്പം ബാബയ്ക്ക് പ്രിയപ്പെട്ടതാണോ? എന്താണോ പ്രഭു പ്രിയമായിട്ടുള്ളത് അത് ലോകപ്രിയമായി സ്വതവേ മാറുന്നു. അഥവാ ഏതെങ്കിലും സങ്കല്പത്തിൽ സ്വാർത്ഥത ഉണ്ട് എങ്കിൽ അതിനെ മനോപ്രിയമെന്ന് പറയും. അതുപോലെ വിശ്വമംഗളാർത്ഥമാണെങ്കിൽ ലോകപ്രിയം അല്ലെങ്കിൽ പ്രഭുപ്രിയം എന്ന് പറയും. ലോകപ്രിയ സഭയുടെ അംഗമാകുക അർത്ഥം നിയമവ്യവസ്ഥയുള്ള രാജ്യാധികാരം അഥവാ രാജ്യസിംഹാസനം പ്രാപ്തമാക്കുക. സ്ലോഗൻ: പരമാത്മാ കൂട്ടുകെട്ടിന്റെ അനുഭവം ചെയ്യൂ, എങ്കിലെല്ലാം സഹജമായി അനുഭവം ചെയ്ത് സുരക്ഷിതമായിരിക്കും. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപസ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. ഏതുപോലെയാണോ ശിവശക്തി കമ്പൈൻഡ് രൂപമായിട്ടുള്ളത്, അതുപോലെ പാണ്ഡവപതിയും പാണ്ഡവരും ഇത് സദാകാലത്തെ കമ്പൈൻഡ് രൂപമാണ്. പാണ്ഡവപതിക്ക് പാണ്ഡവരെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ആരാണോ ഇങ്ങനെ കമ്പൈൻഡ് രൂപത്തിൽ സദാ കഴിയുന്നത്, അവരുടെ മുന്നിൽ ബാബ്ദാദ സാകാരത്തിലേതുപോലെ എല്ലാ സംബന്ധങ്ങളോടെയും മുന്നിലുണ്ടായിരിക്കും. എവിടെ വിളിക്കുന്നുവോ അവിടെ സെക്കൻഡിൽ ഹാജരാകും. അതുകൊണ്ടാണ് പറയുന്നത് ഹാസിർ ഹസൂർ. ഓം ശാന്തി.